സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായി നിൽക്കുന്ന പലരുടെയും തുടക്കം ടിക്ടോക്കിലൂടെയായിരുന്നു. പാട്ടും ഡാൻസും തമാശകളുമായി നിറഞ്ഞു നിന്ന കാലം. എന്നാൽ സുരക്ഷാ പ്രശ്നം ആരോപിച്ച് ചൈനീസ് ആപ്പായ ടിക്ടോക്കിനെ ഇന്ത്യ ആദ്യം നിരോധിച്ചു. പിന്നീട് ചില രാജ്യങ്ങൾ പൂർണ്ണമായി നിരോധിക്കുകയും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ടിക്ടോക്കിന്റെ ഇത്തരം നിയന്ത്രണങ്ങളിലും നിരോധനങ്ങളിലുമെല്ലാം നിരാശരായവർക്ക് പൂർണ്ണമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടെ ഇടപെടാനാകുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്പ് രംഗത്തിറക്കിയിരിക്കുകയാണ് ഒരു ഫലസ്തീൻ സംരംഭകൻ. അപ്സ്ക്രോൾഡ് എന്നാണ് പേര്. അപ്സ്ക്രോൾഡിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ടിക്ടോക്കിന് ബദൽ തേടിയുള്ള അന്വേഷണത്തിനിടയിലാണ് ഫലസ്തീനിയൻ സംരംഭകനായ ഇസാം ഹിജാസി അപ്സ്ക്രോൾഡ് എന്ന സോഷ്യൽ മീഡിയ ആപ്പിന് രൂപം നൽകുന്നത്. 2024 അവസാനത്തോടെ ഈ ആപ്പ് പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ ടിക്ടോക്കിന് നിയന്ത്രണങ്ങളും നിരോധനങ്ങളും വന്നതോടെ 2026 തുടക്കത്തിലാണ് ഈ ആപ്പ് ആഗോളതലത്തിൽ ഇത്രയധികം ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഈ ഇടങ്ങളിൽ ആപ്പിന് വലിയ പ്രചാരം ലഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ചയാണ് ടിക്ടോക്കിന്റെ അമേരിക്കൻ വിഭാഗത്തെ US പിന്തുണയുള്ള നിക്ഷേപകരും കമ്പനികളും ഔദ്യോഗികമായി ഏറ്റെടുത്തത്. ഇസ്രായേലിന്റെ ഉറച്ച പിന്തുണക്കാരനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സുഹൃത്തുമായ ഒറാക്കിൾ ഉടമ ലാരി എലിസൺ ടിക്ടോക്കിന്റെ US ഘടകത്തിൽ ഓഹരികൾ സ്വന്തമാക്കിയിട്ടുമുണ്ട്. ഇതോടെ ഫലസ്തീൻ അനുകൂല പോസ്റ്റുകൾക്ക് ആപ്പിൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയേക്കുമെന്ന ആശങ്കകൾ ഉയർന്നതോടെയാണ് അപ്സ്ക്രോൾ അമേരിക്കയിൽ ഉൾപ്പെടെ വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടത്. വെറും ഒരു വർഷം മുൻപ് മാത്രം പ്രവർത്തനം ആരംഭിച്ച അപ്സ്ക്രോൾ ഈ ആഴ്ച അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പുകളുടെ പട്ടികയിൽ ഒന്നാമതാണ്. ബുധനാഴ്ചയോടെ ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിലെ സൗജന്യ സോഷ്യൽ നെറ്റ്വർക്കിംഗ് വിഭാഗത്തിൽ ഇത് ഒന്നാം സ്ഥാനത്തെത്തി. UK, കാനഡ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും ആപ്പിൾ ഉപയോക്താക്കൾ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്ത ആപ്പുകളിൽ ഒന്നായും ഇത് മാറി. സുതാര്യമായ സാങ്കേതിക വിദ്യ വാഗ്ദാനം ചെയ്യുന്ന ഈ പ്ലാറ്റ്ഫോമിലേക്ക് ടിക്ടോക്കിൽ അതൃപ്തരായ ആയിരക്കണക്കിന് ഉപയോക്താക്കളാണ് ഒഴുകിയെത്തുന്നത്. പുതിയ ഉപയോക്താക്കളുടെ അപ്രതീക്ഷിതമായ ഈ തിരക്ക് കാരണം കഴിഞ്ഞ വാരാന്ത്യത്തിൽ പ്ലാറ്റ്ഫോമിന്റെ സെർവറുകൾ താൽക്കാലികമായി തകരാറിലായതും അപ്സ്ക്രോൾഡ് അധികൃതർ വ്യക്തമാക്കുന്നു. ഇത്രയും വേഗത്തിൽ ഈ ആപ്പിന് പാശ്ചാത്യ ലോകത്ത് സ്വീകാര്യത ലഭിക്കാൻ അതിന് പിന്നിൽ ചില രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. അത്തരം കാരണങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ബുധനാഴ്ച എമി അവാർഡ് ജേതാവും ഗസയിൽ നിന്നുള്ള അൽ ജസീറ റിപ്പോർട്ടറുമായ ബിസാൻ ഔദിയെ ടിക്ടോക്ക് നിരോധിച്ചത്. ഇതേ തുടർന്ന് ബിസാന്റെ ഫോളോവേഴ്സിനിടയിൽ വലിയ പ്രതിഷേധവും ടിക്ടോക്ക് ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങളും ഉയർന്നു. കൂടാതെ അമേരിക്കയിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നടത്തുന്ന അസാധാരണമായ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഉള്ളടക്കങ്ങൾ ടിക്ടോക്ക് സെൻസർ ചെയ്യുകയുമുണ്ടായി. അമേരിക്കയിൽ ഉൾപ്പെടെ അപ്സ്ക്രോളിന്റെ വളർച്ച വേഗത്തിലാക്കിയതിന് പിന്നിൽ ഈ കാരണങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ആപ്പിന്റെ സാങ്കേതിക വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഫോട്ടോകൾ, ഷോർട്ട് വീഡിയോകൾ, ടെക്സ്റ്റ് പോസ്റ്റുകൾ എന്നിവ ഒരേപോലെ പങ്കിടാൻ സൗകര്യമൊരുക്കുന്ന ഒരു സംവിധാനമാണിത്. എക്സ്, ഇൻസ്റ്റഗ്രാം എന്നിവയുടെ ഒരു സങ്കര രൂപം. എക്സിന് സമാനമായ ഇന്റർഫേസ് ആണ് അപ്സ്ക്രോളിനുള്ളത്. എക്സിന് സമാനമായി പോസ്റ്റുകൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും റീപോസ്റ്റ് ചെയ്യാനും ഉപയോക്താക്കൾക്ക് സാധിക്കും. നിലവിൽ ടിക്ടോക്കിന് പ്രശസ്തി നേടിക്കൊടുത്ത ഹ്രസ്വ വീഡിയോകളെക്കാൾ ഉപയോക്താക്കൾ ഈ ആപ്പിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ്, ഫോട്ടോ പോസ്റ്റുകളാണ്. കൂടാതെ സ്നാപ്ചാറ്റിന് സമാനമായ ഒരു ഡിസ്കവർ പേജും ഇതിലുണ്ട്. ഈ പേജിലെ ഏറ്റവും ജനപ്രിയമായ വിഷയം ഇപ്പോൾ ഫലസ്തീനാണ്. ഗസയിലെ ദുരിതങ്ങൾ ചിത്രീകരിക്കുന്നതും ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതുമായ നൂറുകണക്കിന് പോസ്റ്റുകളാണ് ആപ്പിൽ നിറയുന്നത്. പ്രമുഖരായ പല വ്യക്തികളും ഈ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു. 2025 ജൂലൈയിൽ ഗസയിലേക്കുള്ള ഉപരോധം തകർക്കാൻ ശ്രമിച്ച ഗസ ഫ്രീഡം ഫ്ലോട്ടിലെ പങ്കാളിയായ അമേരിക്കൻ തൊഴിലാളി നേതാവും മുൻ ആമസോൺ യൂണിയൻ സംഘാടകനുമായ ക്രിസ് മോൾസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അപ്സ്ക്രോളിൽ സജീവമാണ്. പ്രശസ്ത അമേരിക്കൻ ക്രൈം സീരീസ് ആയ ബ്രൂക്സിൻ 99 താരം ജേക്കബ് ബർഗറും ഈ ആപ്പിലുണ്ട്. ജൂത അമേരിക്കൻ വംശജനായ ഇദ്ദേഹം ഫ്രീഡം ഫ്ലോട്ടിലയിലും അംഗമായിരുന്നു. അപ്സ്ക്രോൾഡ് ആപ്പിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ആപ്പ് തകരാറിലാകുന്നതായി കഴിഞ്ഞയാഴ്ച ചില ഉപയോക്താക്കൾ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ കൂടുതൽ ഉപയോക്താക്കൾ ഒരേ സമയം ആപ്പ് ഡൗൺലോഡ് ചെയ്തത് മൂലമുണ്ടായ തിരക്കാണ് ഇതിന് കാരണമായതെന്നും ആ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ടെന്നും വ്യാഴാഴ്ച പുറത്തിറക്കിയ അപ്ഡേറ്റിൽ കമ്പനി വ്യക്തമാക്കി. ഒറാക്കിൾ, IBM തുടങ്ങിയ പ്രമുഖ ടെക് കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന ഫലസ്തീനിയൻ, ജോർദാനിയൻ, ഓസ്ട്രേലിയൻ ഡെവലപ്പർ ഇസാം ഹിജാസി 2025 ജൂലൈയിലാണ് അപ്സ്ക്രോൾഡ് സ്ഥാപിച്ചത്. ഫലസ്തീൻ അനുകൂല സാങ്കേതിക സംരംഭങ്ങൾക്ക് ഫണ്ട് നൽകുന്ന ടെക് ഫോർ ഫലസ്തീൻ എന്ന പദ്ധതിയുടെ പിന്തുണയും ഈ ആപ്പിനുണ്ട്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയെക്കുറിച്ചും പ്രമുഖ ആപ്പുകളിൽ നടക്കുന്ന സെൻസർഷിപ്പിനെ കുറിച്ചും അറിഞ്ഞതാണ് തന്റെ ജോലി ഉപേക്ഷിക്കാനും ഈ ബദൽ പ്ലാറ്റ്ഫോം നിർമ്മിക്കാനും പ്രചോദനമായതെന്ന് റെസ്റ്റ് ഓഫ് വേൾഡ് എന്ന വെബ്സൈറ്റിൽ നൽകിയ അഭിമുഖത്തിൽ ഹിജാസി പറയുന്നുണ്ട്. കണക്കുകൾ പ്രകാരം 2025 ജൂണിൽ ആരംഭിച്ചത് മുതൽ ചൊവ്വാഴ്ച വരെ അപ്സ്ക്രോൾഡ് അമേരിക്കയിൽ മാത്രം ഏകദേശം 4 ലക്ഷം പേരും ആഗോളതലത്തിൽ 7 ലക്ഷം പേരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്.
ജനുവരി 22ഓടെയാണ് അമേരിക്കയിൽ ഈ ആപ്പിന്റെ ഡൗൺലോഡുകളിൽ വൻ വർധനവുണ്ടായത്. ടിക്ടോക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും അമേരിക്കൻ നിക്ഷേപകർക്ക് കീഴിലാകുന്ന കരാറിൽ ഒപ്പിട്ട അതേ ദിവസമായിരുന്നു ഇത്. സെൻസർ ടവറിന്റെ കണക്കനുസരിച്ച് അമേരിക്കയിലെ ആകെ ഡൗൺലോഡുകളുടെ 85% നടന്നത് ജനുവരി 21നും 27നും ഇടയിലുള്ള ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ്. ബുധനാഴ്ചയോടെ ആപ്പിളിന്റെ US ആപ്പ് സ്റ്റോറിലെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് വിഭാഗത്തെ ത്രെഡ്സ്, വാട്സ്ആപ്പ്, ടിക്ടോക്ക് എന്നിവയെ പിന്നിലാക്കി അപ്സ്ക്രോൾഡ് 1ാം സ്ഥാനത്തെത്തി. ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്കുള്ള ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ 6ാമത്തെ വലിയ സൗജന്യ സോഷ്യൽ മീഡിയ ആപ്പായും ഇത് മാറി. നിലവിൽ കാനഡ, UK, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും ഈ ആപ്പിന് വലിയ പ്രചാരമുണ്ട്.